ദീപാവലിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് നമ്മളെല്ലാവരും. ഇരുട്ടിനുമേൽ വെളിച്ചം വിതറുന്ന ഈ ദിനങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. പോസിറ്റീവായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്ന ചില മാറ്റങ്ങളുണ്ട്. അതിൽ തന്നെയും 100 വർഷത്തിന് ശേഷമാണ് രാജയോഗം രൂപം കൊള്ളുന്നത്. 5 രാജയോഗങ്ങളാണ് ഒരുമിച്ച് രൂപം കൊള്ളുന്നത്. ഇത് 12 രാശിക്കാരെയും സ്വാധീനിക്കുമെങ്കിലും എത്രത്തോളമാണ് ഗുണാനുഭവങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ദീപാവലി നാളിൽ ദേവഗുരുവായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറും. ഹംസരാജയോഗവും കേന്ദ്ര ത്രികോണ രാജയോഗവും ഉണ്ടാകുന്നു. കന്നിരാശിയിൽ ചന്ദ്രനും ശുക്രനും ചേരുമ്പോൾ അതിൻ്റെ ഫലമായി കലാക്ഷി യോഗവും രൂപം കൊള്ളും. തുലാം രാശിയിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ രാശിക്കാർ ചേരുമ്പോൾ അത് പലപ്പോഴും ബുധാദിത്യ രാജയോഗവും പ്രദാനം ചെയ്യും. അതുമാത്രമല്ല, ഇത് ത്രിഗ്രഹയോഗവും പ്രദാനം ചെയ്യുന്നു. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും കൂടിച്ചേരൽ കന്നിരാശിയിൽ സംഭവിക്കുന്നതിൻ്റെ ഫലമായി അന്നേ ദിവസം കുബേരയോഗവും സംഭവിക്കുന്നു. മാത്രമല്ല, വ്യാഴത്തിൻ്റെ രാശിയിൽ പൂർവഭദ്രപാദ രാജയോഗവും രൂപം കൊള്ളുന്നതായിരിക്കും. 12 രാശിക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് സിദ്ധിക്കുന്നത് എന്നറിയാം. മീനം രാശി. മീനം രാശിക്കാർക്ക് ദീപാവലി ദിനത്തിൽ രാജയോഗം ഗുണാനുഭവങ്ങൾ നൽകുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും. ശനിയുടെ വക്രഗതി സഞ്ചാരം നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക നേട്ടവും തേടിയെത്തും. വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം പല മേഖലയിലും സന്തോഷകരമായ പല മാറ്റങ്ങൾ കൊണ്ടുവരും. സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാവും. ആരോഗ്യം മികച്ച അവസ്ഥയിലേക്കെത്തും. സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ മികച്ചു തന്നെ നിൽക്കും. എല്ലാ കടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതാവുകയും ചെയ്യും. പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ദീപാവലി ദിനത്തിൽ രൂപം കൊള്ളുന്ന രാജയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, ധനത്തിൽ വർധനവുണ്ടാകുന്നു. കൂടാതെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന സമയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് പല കോണിൽ നിന്നും പണം തേടിയെത്തുന്നതായിരിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റവും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിവരും. നിക്ഷേപം മികച്ചു നിൽക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സമൃദ്ധിയും സാമ്പത്തിക നേട്ടവും നിങ്ങൾക്കുണ്ടാകുന്ന സമയമായിരിക്കും. മെച്ചപ്പെട്ട സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് വ്യാഴവും ശനിയും നൽകുന്ന ഫലങ്ങൾ ശുഭകരമായ പല നേട്ടങ്ങളും കൊണ്ടുവരും. അതുമാത്രമല്ല, സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും. പുതിയ നിക്ഷേപങ്ങൾ അനുകൂലമായ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും. ദാമ്പത്യ ജീവിതം നല്ല നിലയിൽ തുടരുന്നതിനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നു. അതുമാത്രമല്ല, സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. സാമ്പത്തിക സ്ഥിതി നിങ്ങളിൽ സന്തോഷകരമായിരിക്കും. ഈ സമയം എല്ലാ ആശങ്കകൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ധനനേട്ടത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുക. എല്ലാ അർത്ഥത്തിലും രാജയോഗ സമാനമായ മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിതം മികച്ചതാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം.